PP Plus TVയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കൂടെ കലകളെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടുകാരനും പ്രവാസിയുമായ തരികൻ തോമസ് ചേട്ടനാണ് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം. തരിക ചേട്ടൻ പ്രവാസിയായിട്ട് എത്ര കാലം? ഏകദേശം ഒരു 17 വർഷം ആയി. ഈ കലകളെ ഇത്രമാത്രം സ്നേഹിക്കാനായിട്ട് എന്താ കാര്യം? ഞാൻ ചെറിയൊരു കലാകാരനാണ്. ചെറുതായിട്ട് പാട്ടൊക്കെ പാടും. ഇപ്പം അടുത്ത് തന്നെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ കഴിവുകൾ കിട്ടി. അപ്പം അത് ബാക്കിയുള്ളവർക്കും കൂടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ചാനൽ തുടങ്ങി, യൂട്യൂബ് ചാനൽ, കോടി ഫാമിലി ഓഡിയോ വീഡിയോ ചാനൽ. ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതിലെ പാട്ടുകളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. ഓക്കെ, ഏകദേശം ഒരു 10-35 ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീം വർക്കാണ്. എനിക്ക് അതിൽ ഒരു 3 വർഷം ഈ ചാനൽ തുടങ്ങിയിട്ട് ഈ 3 വർഷത്തിൽ എൻ്റെ 2 സുഹൃത്തുക്കൾ ഈ ചാനലിന് വേണ്ടി അത്യധികം പ്രയത്നിച്ച 2 പേര്, അവരെ ഞാൻ സ്മരിക്കാം. ഒന്ന് എനിക്ക് പാട്ടുകൾ എഴുതാൻ നിൽക്കുന്ന ഷിൻസൺ പൂത്തേന്, പിന്നെ ഫ്ലൂട്ട് വായിച്ചിരുന്ന മലയാളം. ഇവർ 2 പേര് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഷിൻസനെ പറ്റി പറയുകയാണെങ്കിൽ 3 പാട്ട് വന്നിട്ടുള്ളൂ. പക്ഷേ ആ പാട്ടുകൾ ഞാൻ പറഞ്ഞു, ഞാൻ 35 ആൽബങ്ങൾ ചെയ്തത് ഈ ഷിൻസയുടെ പാട്ടുകൾ എനിക്ക് ഏറ്റവും ഷിൻസ് വിട്ടുപോയതിന് ശേഷം ഏറ്റവും മനസ്സിൽ കിടക്കുന്നത് ആ പാട്ടുകളാണ്. അതായത് ഒരു അമ്മേനെ പറ്റി ഒരു പാട്ട് ചെയ്തിരുന്നു. ആ പാട്ട് ഭയങ്കര അതിൻ്റെ കഥ കേൾക്കുകയാണെങ്കിൽ ഷിൻസ് സ്റ്റാറ്റസ് ഇട്ടതാണ് മദേഴ്സിലേത. അപ്പം ഞാൻ പോയിക്കാൻ നോക്കി ഫസ്റ്റ് ആക്ടേഴ്സ് എന്താക്കിയപ്പോൾ ഞാൻ ഷിൻസ് വിളിച്ച് ഷിൻസ് എനിക്ക് പാട്ട് പുറത്ത് കൊടുത്തിട്ട് എനിക്ക് പാട്ട് കഴിവാണ്. അന്ന് മദേഴ്സിയുടെ അന്ന് ഉച്ചയ്ക്ക് ഇത് വീട്ടി ലഞ്ച് ചാരപ്പി അത് പാടി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വരികയായി ഞാൻ കണക്കാക്കുന്നത്. വളരെ മനോഹരമായിരിക്കുന്നു. ഞാൻ എൻ്റെ കുട്ടികളെ തന്നെ അമ്മയോടൊപ്പം ഇഷ്ടമെല്ലാം ഓർക്കുന്നു പോയി. ഇനിയിപ്പോൾ എന്താണ് പുതിയ പ്രൊജക്റ്റ്? പുതിയ ചേട്ടൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാക്ക് പാട്ട് എഴുതുക. പിന്നെ അതിനെ എന്നെ ആവശ്യമുണ്ടാവുന്ന പാട്ട്. തരികൻ ചേട്ടൻ്റെ ഏത് സോങ്ങാണ് ഏറ്റവും കൂടുതൽ ഹിറ്റായത്? എൻ്റെ ഏറ്റവും കൂടുതൽ ഹിറ്റ് എന്ന് പറയുന്നത് അയ്യലേക്കുള്ള കലാഭവൻ മണിയുടെ 2 ഹിറ്റുള്ള ഒരു പാട്ടാണ്. അത് നല്ല സൂപ്പർ ഹിറ്റാണ്. പിന്നെ അതിന് ശേഷം പിന്നത്തെ ഹിറ്റ് എന്ന് പറയുന്നത് തൃശ്ശൂർ ലൗണ്ടിലുണ്ടോ ഒരു വെറൈറ്റി പേരാണ്. അതും വെറൈറ്റി ആയിരുന്നു. 6 പാട്ടുകാർ, സാരംഗിലുള്ള 6 പാട്ടുകാർ കൂടി 3 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത ആൽബമാണ്. ആൽബത്തിൻ്റെ പേര് തപ്പുണ്ട്, തൃശ്ശൂർ ലൗണ്ടിലുണ്ടോ. കലാകാരന്മാർക്ക് മാത്രമാണ് അവസരങ്ങൾ കൊടുക്കുന്നത്. ചാലക്കുടിയിൽ ഒരുപാട് കലാകാരികളില്ലേ? കലാകാരന്മാർക്ക് മാത്രമല്ല അവസരം കൊടുത്തിരിക്കുന്നത്, കലാകാരികൾക്കും കൊടുത്തിട്ടുണ്ട്. ചാലക്കുടിയുടെ നാടൻ പാട്ടിൻ്റെ രാജ്യവുമായി പ്രസിഡൻസിനെ വെച്ച് ധാരണ ചെയ്തിട്ടുണ്ട്. ചുമന്നുള്ളി പൊതുലുണ്ട്, അതും സൂപ്പർ ഹിറ്റാണ്. അതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് അജിത്ത് കൊടാര, അജിത്ത് തീർച്ചയായിട്ടും പറയാം, അജിത്ത് കൊടാര. ഇത്രയും നേരം തരുമ്പായി വിശേഷങ്ങൾ പങ്കുവച്ചതിന് തരുമ്പായിയുടെ നന്ദി പറയുന്നു. അതോടൊപ്പം തരുമ്പായിക്ക് പ്രേക്ഷകരോട് ഇനി എന്താണ് പറയാനുള്ളത്? എൻ്റെ വിശേഷങ്ങൾ എന്താ പങ്കുവയ്ക്കാൻ എനിക്ക് അവസരം തന്ന പീപ്പിൾ മസ്റ്റ് ടിവിയോട് എല്ലാ പ്രേക്ഷകരോടും ഞാൻ നന്ദി പറയുകയാണ്.